എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരി. നമ്മളെല്ലാവരും പുറത്തുനിന്ന് പോയി കുർക്കുറെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ കുർക്കുറെ നമ്മൾ വീട്ടിൽ അതേപോലെ ഷേപ്പിലും അതേപോലെ ടേസ്റ്റിനും നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഒരു മാസം മുന്നേ ഒരു ലേസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല റീച്ച് കിട്ടി. ഏതാണ്ട് ഒരു 3 ലക്ഷം ആൾക്കാരത് കണ്ടു. ഒത്തിരി പേര് കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിച്ചു ലേസ് കൊള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കമൻസ് ആയിട്ട് കുറേ പേര് പറഞ്ഞു കുർക്കുറെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ സജഷൻ കിട്ടിയിട്ടാണ് ഞാൻ കുർക്കുറെ നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കിയത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് എല്ലാവർക്കും പോക്കറ്റ് മണി ഇഷ്ടമാണ്. പോക്കറ്റ് മണി കിട്ടാനുള്ള ഒരു അടിപൊളി ഒരു പുതിയ വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ജോയ് ഷെയറിംഗ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പൈസ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ടാസ്ക് അവർ ഡെയിലി തരുന്നതാണ്. അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബിൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യുക എന്നിങ്ങനെ കുറച്ച് ടാസ്ക് അവർ തരുന്നതാണ്. ഈസി ടാസ്ക്കാണ്. എല്ലാം കംപ്ലീറ്റ് ചെയ്തുമ്പോൾ നമുക്ക് ഓരോ ടാസ്കിനും ഓരോരോ കമ്മീഷൻ നമുക്ക് അവർ തരുന്നതാണ്. നമുക്കിപ്പം ഡെയിലി കൂടുതൽ ടാസ്ക് വേണമെങ്കിൽ നമുക്ക് അവരുടെ VIP ക്ലബ്ബിൽ ചേരാവുന്നതാണ്. ആ ഒരു VIP മെമ്പർഷിപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടാസ്ക് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതാണ്. നമുക്കിനി കുർക്കുറയുടെ വീഡിയോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അതിനുശേഷം ഞാനിവിടെ 1 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 കപ്പ് കൂടി റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനായി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു തവി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം 1 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ശരിക്കും 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കുക. പിന്നീട് നമുക്ക് രണ്ടാമത്തെ കപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു തവി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സർ ഈ ഒരു ലൂസ് ഫോമിൽ വരും. ഇതാണ് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഗ്യാസിൽ അടുപ്പത്ത് വയ്ക്കാം. ഈ സംഭവം ഈ ഒരു മിക്സർ നമുക്ക് കുറുക്കി എടുക്കണം കുറച്ച്. അതിനായിട്ട് ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ പോലും വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക. അതിനുശേഷം ഏകദേശം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമുക്ക് നിർത്താതെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ താഴെ ഒട്ടിപ്പിടിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവ എടുത്തുകൊണ്ടാണ് ഒട്ടിപ്പിടിക്കാത്തത്. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ലൂസായി വരാനും ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനുമാണ് ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പം നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്താൽ തണുക്കാൻ വയ്ക്കുക. തണുക്കാൻ വെച്ചതിന് ശേഷം ഒരു വലിയ ബൗൾ എടുത്തതിന് ശേഷം ആ ഒരു മിക്സർ നമുക്ക് ആ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കോൺഫ്ലവർ പൊടി ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു മാവ് തണുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രോസസ്സ് ചെയ്യാവുള്ളൂ. നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴയ്ക്കുക. ഏകദേശം ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഞാനിവിടെ കുഴച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ബോൾ ഷേപ്പിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേറൊരു ചെറിയ പാത്രം എടുക്കാം. നമുക്കിനി ആ ഒരു മിക്സർ കുർക്കുറയുടെ അതേ ഷേപ്പിൽ എടുക്കണം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ കയ്യിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കൈ വെച്ച് ചെറിയൊരു ബോൾ ഷേപ്പിൽ ആദ്യം ഉരുട്ടാം. ബോൾ ഷേപ്പിൽ ഇട്ടതിന് ശേഷം നമുക്ക് ആ ഒരു കുർക്കുറയുടെ ഷേപ്പിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്യാം കൈ വെച്ചിട്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കുർക്കുറ മേടിക്കാൻ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കുർക്കുറ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് വെക്കാം. അങ്ങനെ ബാക്കിയുള്ള നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യത്തിനായ കുർക്കുറ എല്ലാം ഞാനിവിടെ സോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുർക്കുറ എല്ലാം ഫ്രൈ ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് തീ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനായ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോ കുർക്കുറെ നമുക്ക് ആ ഒരു എണ്ണയ്ക്കകത്തിട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇവിടെ 3-4 മിനിറ്റായി ഇട്ടതിന് ശേഷം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു സ്ട്രെയിനർ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് ഇതിനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡും വെന്തതിന് ശേഷം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നമുക്ക് എല്ലാം ഒന്ന് എടുത്ത് മാറ്റാം. ഞാനിവിടെ എല്ലാ കുർക്കുറയും എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ എടുക്കുക. ഓയിലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വലിയൊരു ബൗൾ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കുർക്കുറ ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ മസാല ചേർക്കാം. ആദ്യം ആവശ്യത്തിനായി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കളറിന് വേണ്ടി. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായ 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അങ്ങനെ നമ്മുടെ കുർക്കുറെ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ട. ആ ഒരു ഷേപ്പ് തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ട. നല്ലൊരു നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ഒരു ഷേപ്പിൽ കുർക്കുറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ചടങ്ങ് കൂടെ ഉണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. നമ്മുടെ ലേസ് പോലെ തന്നെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുർക്കുറെ. ഇന്നത്തെ കുർക്കുറെ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. ചാറ്റ് മസാല ആഡ് ചെയ്തപ്പം ആ ഒരു ഇതിൻ്റെ ഫ്ലേവറിൻ്റെ ആ ഒരു ലെവൽ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും 2-3 പൊടികൾ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഇന്നത്തെ കുർക്കുറെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.